നമസ്കാരം. ദേശീയ ആശയങ്ങളെ ശാക്തീകരിക്കുന്ന പുസ്തകങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു പരമ്പര വിശ്വസംവാദ കേന്ദ്രം 2026 ജനുവരി മുതൽ ആരംഭിക്കുകയാണ്. പുസ്തകങ്ങളുടെ ഉള്ളടക്കത്തോടൊപ്പം അതിൻ്റെ പ്രാധാന്യവും പ്രസക്തിയും രചയിതാവ്, പ്രസാധകർ തുടങ്ങിയവയെ പരിചയപ്പെടുത്തുന്ന 3 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോകളാണ് ഈ പരമ്പരയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2004 ഭാരത സർക്കാരിന്റെ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം പ്രസിദ്ധീകരണ വിഭാഗം പുറത്തിറക്കിയിട്ടുള്ള അധ്യാപകനും രാഷ്ട്രീയ വ്യാഖ്യാതാവുമായിട്ടുള്ള പ്രൊഫസർ രാകേഷ് സിൻഹയുടെ നവഭാരത ശില്പികൾ ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാർ എന്ന പുസ്തകമാണ് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത്. തന്റെ പഠനകാലത്ത് പൊളിറ്റിക്കൽ ഐഡിയാസ് ഓഫ് ഡോക്ടർ ഹെഡ്ഗേവാർ എന്ന വിഷയത്തിൽ ഗവേഷണ പ്രബന്ധം അവതരിപ്പിച്ചിട്ടുള്ള ശ്രീ രാകേഷ് സിൻഹ ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിലും പ്രദേശങ്ങളിലും സഞ്ചരിച്ച് വിവിധ ലൈബ്രറികളും മ്യൂസിയങ്ങളും സന്ദർശിച്ച് ഡൽഹി നാഷണൽ ആർക്കൈവ്സ് ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിലെത്തി വിശദമായ ആഴത്തിലുള്ള പഠനം നടത്തിയിട്ടാണ് ഈ പുസ്തകം ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ ജീവചരിത്രത്തിൽ എന്ന നിലയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ പുസ്തകത്തിലേക്ക് വന്നാൽ വന്ദേമാതര പ്രക്ഷോഭത്തിൽ നിന്ന് ആരംഭിച്ച് കൽക്കത്തയിലെ വിപ്ലവ പ്രസ്ഥാനങ്ങളിലൂടെയും പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളുടെ കർമ്മഭടനായി മാറിയും സ്വതന്ത്ര എന്ന പത്രത്തിന്റെ പത്രാധിപർ എന്ന നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടും സാമ്രാജ്യ വിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ കർമ്മഭടനായി മാറിയ ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാറിന്റെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളെക്കുറിച്ചും പിന്നീട് രാഷ്ട്രീയ സ്വയംസേവക സംഘം സ്ഥാപിച്ച ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സവിസ്തരം ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. നാഗപ്പൂരിലെ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായി കൊൽക്കത്തയിലെത്തി അനുശീലൻ സമിതി എന്ന വിപ്ലവ സംഘടനയിൽ ചേർന്ന് കോഗൻ എന്ന അപരനാമം സ്വീകരിച്ച് പ്രവർത്തിച്ച കേശവ ബൽറാം ഹെഡ്ഗേവാറിന്റെ ആ കാലത്തെ വിപ്ലവ പ്രവർത്തനങ്ങളെക്കുറിച്ച് റഫറൻസോടുകൂടി ഈ ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നുണ്ട്. ബംഗാളിയിലെ പ്രസിദ്ധ രചനയായ ബംഗലാർ വിപ്ലവവാദിന്റെ ലേഖകനായിട്ടുള്ള ശ്രീ നളിൻ കിഷോർ ഗുഹ, അതുപോലെ പ്രസിദ്ധ വിപ്ലവകാരിയായിട്ടുള്ള ത്രൈലോക്യനാഥ ചക്രവർത്തി, ശ്രീ ജഗദീഷ് ചന്ദ്ര ചാറ്റർജി തുടങ്ങിയവരുടെ പുസ്തകങ്ങളിലും കുറിപ്പുകളിലുമെല്ലാം അനുശീലൻ സമിതിയിലെ കേശവ ബൽറാം ഹെഡ്ഗേവാറിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് പരാമർശിക്കുന്നതിനെ സംബന്ധിച്ചിട്ടും ഗ്രന്ഥകാരൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മെഡിക്കൽ ബിരുദം നേടിയതിനു ശേഷം ഡോക്ടറായി നാഗപ്പൂരിൽ തിരിച്ചെത്തുന്ന കേശവ ബൽറാം ഹെഡ്ഗേവാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി കോൺഗ്രസിന്റെ തന്നെ വാരികയായിട്ടുള്ള സങ്കല്പയുടെ പ്രചാരണ ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ചിട്ടും 1921 നാഗ്പൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലേക്ക് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നതിനെ സംബന്ധിച്ചിട്ടുമെല്ലാം ഈ പുസ്തകത്തിലെ അധ്യായങ്ങളിൽ വിവരിക്കുന്നുണ്ട്. നിസ്സഹകരണ പ്രക്ഷോഭത്തിന്റെ ആരംഭകാലത്ത് ഡോക്ടർ ഹെഡ്ഗേവാറുടെ പ്രസംഗങ്ങൾ ബ്രിട്ടീഷ് സർക്കാർ നിരോധിക്കുകയും ആ നിരോധനത്തെ ലംഘിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തെ തുടർന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ വിചാരണ ചെയ്യുന്നതിനെ സംബന്ധിച്ചിട്ടെല്ലാം ഗ്രന്ഥകാരൻ ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. തുടർന്ന് 1 വർഷം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിലേക്ക് പോവുകയും ജയിൽ മോചിതനായി പുറത്തു വരുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കൾ അദ്ദേഹത്തിനായി സ്വീകരണമൊരുക്കിയതും ആ സ്വീകരണ സമ്മേളനത്തിൽ ഹക്കീം അജ്മൽ ഖാൻ, മോത്തിലാൽ നെഹ്റു, രാജഗോപാലാചാരി തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്തതിനെ കുറിച്ചുമെല്ലാം ഈ ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ RSSനും സംഘസ്ഥാപകനും എന്താണ് പങ്ക് എന്ന് പലപ്പോഴും ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ 1925 സംഘം ആരംഭിച്ചതിന് ശേഷവും ഡോക്ടർ ഹെഡ്ഗേവാറും സംഘ സ്വയംസേവകരും സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നതിനെ കുറിച്ചിട്ടെല്ലാം ഈ ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നുണ്ട്. സൈമൺ കമ്മീഷൻ ഗോ ബാക്ക് എന്ന ബഹിഷ്കരണ പ്രക്ഷോഭത്തിലും ഉപ്പു സത്യാഗ്രഹ സമയത്ത് നടന്ന വനസത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഡോക്ടർ ഹെഡ്ഗേവാർ ജയിലിൽ പോകുന്ന സമര പ്രക്ഷോഭങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനത്തിൽ 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കണമെന്ന ആഹ്വാനം സ്വീകരിച്ചിട്ട് സംഘത്തിന്റെ ശാഖകളിലൂടെ അന്നത്തെ ദിവസം സ്വാതന്ത്ര്യ ദിനമായി ആചരിക്കുവാൻ നിർദ്ദേശം കൊടുക്കുന്നതിനെ കുറിച്ചിട്ടുമെല്ലാം ഗ്രന്ഥകാരൻ ഈ പുസ്തകത്തിലെ അധ്യായങ്ങളിൽ വിവരിക്കുന്നുണ്ട്. 1934 വാർധയിൽ വെച്ച് നടന്ന സംഘശിബിരത്തിൽ മഹാത്മാഗാന്ധിജി സന്ദർശിക്കുന്നതും അവിടെ വെച്ച് ഡോക്ടർ ഹെഡ്ഗേവാറുമായി കൂടിക്കാഴ്ച നടത്തുന്നതും ജാതി വിവേചനങ്ങളില്ലാതെ ജനങ്ങളെ സംഘടിപ്പിക്കുന്ന സംഘത്തിന്റെ പ്രവർത്തനത്തിൽ അത്ഭുതപ്പെട്ട ഗാന്ധിജി ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ സംഘാടന മികവിനെ
അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ സംഘപ്രവർത്തനത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നതായും ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നു. ഇന്നും ചില രാഷ്ട്രവിരുദ്ധ ശക്തികൾ ഗാന്ധിവധവുമായി ബന്ധപ്പെടുത്തി സംഘത്തെ വിമർശിക്കുന്ന സമയത്ത് മഹാത്മാഗാന്ധിജി വധിക്കപ്പെടുന്നതിന് കേവലം 4 മാസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിലെ ഭംഗി തെരുവിൽ നടന്ന സംഘത്തിന്റെ ഒരു ശിബിരത്തിൽ പങ്കെടുത്ത് അദ്ദേഹം പ്രസംഗിച്ചതിനെ കുറിച്ച് ഈ ഗ്രന്ഥത്തിൽ പരാമർശിക്കുന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഡോക്ടർ ഹെഡ്ഗേവാറിന്റെ അവസാന കാലഘട്ടത്തിൽ സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹവുമായി കൂടിക്കാഴ്ചയ്ക്ക് എത്തിയെങ്കിലും രോഗശയ്യയിലായതിനാൽ ആ കൂടിക്കാഴ്ച നടക്കാതെ പോകുന്നതിനെ കുറിച്ചെല്ലാം ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. 1940 അദ്ദേഹത്തിന്റെ നിര്യാണത്തെ തുടർന്ന് അന്നത്തെ പത്രമാധ്യമങ്ങൾ എഴുതിയ കുറിപ്പുകളെ കുറിച്ച് പരാമർശിച്ചിട്ടാണ് ഈ പുസ്തകം അവസാനിക്കുന്നത്. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ മനസ്സിലാക്കണമെങ്കിൽ പൂജനീയ സംഘസ്ഥാപകന്റെ ജീവിതം അറിയണം എന്ന് പറയാറുണ്ട്. തീർച്ചയായും അതിന് സഹായകരമായിട്ടുള്ള ഒരു ജീവചരിത്ര ഗ്രന്ഥമാണ് രാകേഷ് സിൻഹ അവതരിപ്പിച്ചിട്ടുള്ള ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗേവാർ എന്ന ഈ പുസ്തകം.